വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ പാർട്ടി കുടുംബത്തിനൊപ്പമാണെന്ന് ആവർത്തിച്ച് KPCC പ്രസിഡന്റ് K സുധാകരനും UDF കൺവീനർ MM ഹസനും. കടബാധ്യത പൂർണ്ണമായും പാർട്ടി ഏറ്റെടുക്കണമെന്ന KPCC പ്രസിഡന്റിന്റെ വാക്കിൽ വിശ്വസിക്കുന്നുവെന്ന് കുടുംബം പ്രതികരിച്ചു. പ്രസിഡന്റിനോട് സംസാരിച്ചു. നമ്മൾ പൂർണ്ണമായും സംരക്ഷിക്കാമെന്ന് ഉറപ്പ് വന്നിട്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുകയാണ്. രതീഷ്, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമെന്നാണ് KPCC പ്രസിഡന്റും കുടുംബത്തിന് വാക്ക് നൽകുന്നത്. രുചീഷ്, തീർച്ചയായും ഇന്ന് വൈകിട്ട് NM വിജയന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച KPCC പ്രസിഡന്റ് K സുധാകരൻ നേരത്തെ KPCC ഉപസമിതി ഈ തർക്ക വിഷയം പരിഹരിക്കാൻ ഒരു സമിതിയെ വെച്ചിട്ടുണ്ട്. ആ സമിതി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ആ സമിതി പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ്. പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും, പാർട്ടി കുടുംബത്തെ ശ്രദ്ധിക്കും, നോക്കും. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരാണ് കുടുംബം, അതുകൊണ്ട് തന്നെ ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. അതേ വാക്കുകൾ തന്നെയാണ് K സുധാകരൻ പറയുന്നത്. പാർട്ടി കുടുംബത്തെ നോക്കും, അവരുടെ ബാധ്യതകൾ പാർട്ടി ഏറ്റെടുക്കും. സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം തന്നില്ലെങ്കിലും പരോക്ഷമായി അത്തരം എല്ലാ ബാധ്യതകളും, കുടുംബത്തിൻ്റെ ബാധ്യതകൾ പാർട്ടി ഏറ്റെടുക്കും, പാർട്ടിയുടെ ചുമതലയാണ് എന്നാണ് K സുധാകരൻ പറഞ്ഞത്. എന്നാൽ ഇത് എങ്ങനെ ഏറ്റെടുക്കും ഇത്ര വലിയ തുക എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. KPCCയുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആസ്തി സംബന്ധിച്ച് നിങ്ങൾക്കാണോ അറിയുന്നത്? ഞങ്ങളുടെ അടുത്തിൽ പണമുണ്ടോ എന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? തുടങ്ങിയ മറു ചോദ്യങ്ങളാണ് K സുധാകരൻ ഉന്നയിച്ചത്. എന്തായാലും കോൺഗ്രസിൻ്റെ KPCC നേതൃത്വം നേരിട്ട് NM വിജയൻ്റെ വീട്ടിലെത്തി എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആഴ്ചകൾ കഴിഞ്ഞിട്ടാണെങ്കിലും ഈ വീട്ടിലെത്തി എന്നത് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കമായി തന്നെയാണ് കാണേണ്ടത്. കാരണം വലിയ പ്രതിരോധത്തിലായിരുന്നു NM വിജയൻ്റെ മരണത്തിന് ശേഷം കോൺഗ്രസ് ആകെ. K സുധാകരൻ ഉൾപ്പെടെ ആ രീതിയിലേക്ക് ആരോപണ വിധേയനായി വലിച്ചിഴക്കപ്പെട്ടു. പലയിടങ്ങളിലും അദ്ദേഹത്തിന് കത്ത് ലഭിച്ചില്ല എന്ന് തുടങ്ങിയ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം ഒരു അറുതി വരുത്തുക എന്നതുകൂടിയാണ് K സുധാകരൻ്റെ ഇന്നത്തെ വരവിൻ്റെ ഉദ്ദേശം. ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുക. കുടുംബവും അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞത്. പാർട്ടിയെ വിശ്വസിക്കുന്നു, KPCC പ്രസിഡന്റിൻ്റെ വാക്കിനെ വിശ്വസിക്കുന്നു. തങ്ങളുടെ ബാധ്യത ഉൾപ്പെടെ പാർട്ടി ഏറ്റെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഉറപ്പ് പാർട്ടി പാലിക്കുമെന്നാണ് ഇപ്പോഴുള്ള വിശ്വാസം. കേസിൻ്റെ വഴിക്ക് പോട്ടെ, കുറ്റവാളികൾ ആരാണ് ആ വിധത്തിൽ കാര്യങ്ങൾ നടക്കട്ടെ, അന്വേഷണങ്ങൾ നടക്കട്ടെ, അതുമായി സഹകരിക്കും. ഇത് പാർട്ടി പറയുന്നതാണ്. പാർട്ടിയെ വിശ്വസിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും കോൺഗ്രസ് വലിയ തരത്തിൽ പ്രതിരോധത്തിലായി. അതിനെ മറികടക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സംസ്ഥാന നേതൃത്വവും നടത്തുന്നുണ്ട്. അത് വളരെ ഗൗരവമായി തന്നെ അവർ ഇടപെടുന്നുണ്ട് എന്ന് കൂടെ മനസ്സിലാക്കുന്നതാണ് സുധാകരൻ്റെ സന്ദർശനം. കഴിഞ്ഞ ദിവസം സുധാകരൻ അത് വ്യക്തമാക്കുകയും ചെയ്തു. വയനാട്ടിൽ പാർട്ടിക്ക് വീഴ്ച പറ്റി എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് ഇന്ന് സുധാകരൻ വയനാട്ടിലേക്ക് എത്തിയത്, അവരുടെ വീട്ടിൽ പോയത് എന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള പ്രതികരണവും ഇന്നത്തെ കുടുംബാംഗങ്ങളുടെ മറുപടിയും നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്. രുചീഷ്. ശരി രതീഷ്, എന്തായാലും കേസിൽ മുതിർന്ന നേതാക്കൾ അറസ്റ്റിലാകുന്ന പശ്ചാത്തലത്തിലാണ് KPCC പ്രസിഡന്റ് വീട്ടിലെത്തി കുടുംബത്തെ കണ്ടത്. വിശദാംശങ്ങൾ നൽകിയായിരുന്നു രതീഷ് വാസുദേവൻ.